നമസ്കാരം. 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 വരൂ വരൂ. ഇതെന്റെ വൈഫ് സുമംഗല. ഞാൻ ഐശ്വര്യ. അകത്തേക്ക് ഇരിക്കാം സാർ. വാ സുമംഗലെ. ചേച്ചിയാ അമ്മ ഇങ്ങനെ എരികേറ്റുന്നത്. ഈ അമ്മ എത്ര പെട്ടെന്നാ ഇങ്ങനെ മാറിപ്പോയത്. ഞാനും അച്ഛനും രാജുവേട്ടനും ഒരു ഭാഗത്താ, അമ്മയും ബ്രേജിയും മറുഭാഗത്തും. ചേട്ടനോ? അത് പിന്നെ വേണമെങ്കിൽ 2 വെള്ളത്തിനും കാലുകുത്തും. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാതെ നിൽക്ക്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. എല്ലാം റെഡിയാക്കിയല്ലോ അല്ലേ? അവർക്ക് വഴി എങ്ങനെ തെറ്റുമോ മോളെ? ഏയ് ഇല്ലമ്മേ, ഞാൻ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവര് കൃത്യമായിട്ട് ഇവിടെ എത്തിക്കോളും. അല്ലെങ്കിൽ ഈ വീട് വളരെ പ്രശസ്തമല്ലേ? മുൻ മന്ത്രി പ്രതാപ് വർമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാ ആര് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും. അമ്മേ, പ്രതാപവർമ്മ പണ്ട് സുപ്രസിദ്ധനായിരുന്നല്ലോ, ഇപ്പൊ കുപ്രസിദ്ധനാണല്ലോ. സംശയം എന്താ? ദേ, അച്ഛനോടൊരു കാര്യം പറയാം. പണ്ട് വർമ്മയുടെ കൂട്ടുകാരനായിരുന്നു എന്നൊന്നും പറയല്ലേ, വെറുതെ നാണക്കേടാട്ടോ. നിന്റെ ധിക്കാരം. അവൾ എന്നെ ഉപദേശിക്കാൻ നടക്കണു. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കണു. ഒരു നല്ല ചടങ്ങ് നടക്കുന്ന ദിവസം ഇത്. അച്ഛൻ ഇങ്ങനെ ഇടങ്ങേറായിട്ടിരുന്നാ എങ്ങനെ ശരിയാവും? മതിയടി മതി. അധികമായാലേ അണപ്പല്ലിന് കേടുവരും. എന്റെ പൊന്നു വേണുവേട്ടാ, അവള് പറഞ്ഞത് ശരിയല്ലേ? കുടുംബനാഥൻ ഇങ്ങനെ മുഖം ഉരിപ്പിച്ചിരുന്നാലോ? ഞാൻ കുടുംബനാഥനൊന്നുമല്ലോ, കാവൽ നായയല്ലേ. അമ്മേ, ദേ അവര് വന്നു തോന്നുന്നു. ദേ വേണുവേട്ടാ, അവരോട് മോശമായിട്ടൊന്നും പെരുമാറില്ലേ. വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് മോശമായി പെരുമാറുന്ന ശീലവും സംസ്കാരവും എനിക്കില്ല. നമസ്കാരം. 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 വരൂ വരൂ. ഇതെന്റെ വൈഫ് സുമംഗല. ഞാൻ ഐശ്വര്യ. അകത്തേക്ക് ഇരിക്കാം സാർ. വാ സുമംഗലെ. ഇരിക്കൂ സാർ. എല്ലാരും ഇരിക്കേ. ഞാൻ വേണു. ഇതെന്റെ ഭാര്യ രാധമ്മ. ഇത് മൂത്തമകള് പ്രിയ. ഇത് ഇളയവള് ശ്രീ. അതെ, മോൻ മുകളിലത്തെ റൂമിലുണ്ട്, വിളിക്കാം. മോളെ ശ്രീ, രാജുവിനെ വിളിച്ചിട്ട് വാ. ദൈവമേ, ഇവർ കല്യാണം ഉറപ്പിക്കോ? ഇതാ എന്റെ മോൻ രാജു. ഇരിക്കും മോനെ, ഇരിക്കും.
മിസ്റ്റർ രാജുവിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. വലിയ ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്കും പിന്നെ ഒരു വലിയ ചാരിറ്റി പ്രവർത്തനം എന്ന നിലയ്ക്കും. സാധാരണ സമ്പാദിക്കുന്നവർ പലരും ഇങ്ങനെ ദാനശീലമുള്ളവരല്ല. പക്ഷേ രാജു എന്ന ബിസിനസ്സുകാരൻ മറിച്ചാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണ കേരളത്തിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് പെണ്ണിനെ കാണാൻ ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാണ് പതിവ്. ഇവിടെ ചെറുക്കനെ കാണാൻ പെണ്ണുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക. ഇവൻ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ലേ. അവളുടെ ആറുമാതം അങ്ങ് മാറിക്കിട്ടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരേ ഒരു മകളേ ഉള്ളൂ. അത് ഇവളാ. M.Com കഴിഞ്ഞ് നിൽക്കുക. ഓസ്ട്രേലിയയിൽ നിന്നാ MBA എടുത്തത്. ഫിനാൻസോ അതോ മാർക്കറ്റിങ്ങോ? മാർക്കറ്റിംഗ്. ഓക്കെ. ഈ വീട് വാങ്ങിയ ആളെ കണ്ട് ഒരു നന്ദി പറയണം. ഔട്ട് ഹൗസിൽ താമസിക്കാൻ അവസരം തന്നവന്. ഞങ്ങളുടെ എല്ലാവിധ സ്വത്തുക്കളും ഇവൾക്കുള്ളതാ. എന്റെയും സുമംഗലയുടെയും. കല്യാണം നടക്കുന്നവരോട് തന്നെ അത് ഇവളുടെ പേരിലേക്ക് മാറ്റി എഴുതുകയും ചെയ്യും. എന്റെ ദൈവമേ, ഇവൻ കോടാനുകോടികളുടെ ഉടമയായിരുന്നു. അതൊക്കെ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ഇഷ്ടമല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല. അമ്മ ഡിമാൻഡുകളില്ലെന്ന് പറയല്ലേ. സ്വത്ത് മുഴുവൻ കിട്ടണം. മിണ്ടാതിരിക്കടി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞങ്ങളിപ്പോ പ്രത്യേകിച്ച് എന്ത് പറയാനാ? അല്ല, അടുത്തൊരു ചടങ്ങുണ്ട്. ചെറുക്കനും പെണ്ണും ആദ്യമായിട്ട് കണ്ടതല്ലേ. അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ. ആ പിന്നെ അതത്യാവശ്യ.